ഉലമ ആക്ടിവിസത്തിന്റെ നിർവചനത്തെ സ്വജീവിതം കൊണ്ടുവരച്ചു കാട്ടിയ നിസ്വാർത്ഥതയുടെ ആൾരൂപമായിരുന്നു പാലക്കാട് ജില്ലാ ഖാദിയായിരുന്ന ഷെയ്ഖുന എ ബാപ്പു മുസ്ലിയാർ. തന്റെ കർമ്മമണ്ഡലത്തിലെ ആത്മീയ പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കാനുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം ശിലയിടുമ്പോൾ പിന്നീടത് ജ്ഞാനസമൃദ്ധിയുടെ മഹാവിപ്ലവത്തിനും ദഅവത്തിന്റെ അനന്ത സാധ്യതകൾക്കും വഴി തുറക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി തീരുമെന്ന് അദ്ദേഹം മനസ്സിൽ നനച്ചു കാണുമോ? അചഞ്ചലമായ വിശ്വാസവും അതിലൂടെ നേടിയെടുത്ത മൂല്യബോധവുമായി ആത്മാർപ്പണത്തിന്റെ ജീവിത പാഠങ്ങളിലൂടെ തന്നിൽ പ്രതീക്ഷയർപ്പിച്ച സ്നേഹസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ പാലക്കാടൻ ജനത ആ മഹാമനീഷിയെ നെഞ്ചേറ്റുകയായിരുന്നു. നെല്ലറയുടെ ജ്ഞാനവിപ്ലവത്തിന് 1994 കല്ലേക്കാട് ശിലപാകിയപ്പോൾ സുന്നികൾക്ക് അഭിമാനകരമായ അസ്തിത്വം അരക്കിട്ടുറപ്പിച്ചു നൽകിയ തന്റെ ആദർശ ഗുരു കൂടിയായ സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹം ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ നാമം തന്നെ നൽകിയത് കാലത്തിന്റെ കാവ്യനീതിയായിരുന്നു. ഈ രണ്ട് മഹാരഥന്മാരുടെ ത്യാഗോജ്വലമായ ചരിത്ര ജീവിതത്തിൽ നിന്നും ഊർജം സ്വീകരിച്ച് അറിവുകൊണ്ട് പ്രബുദ്ധത നേടുക, നന്മയുടെ നല്ല മൂല്യങ്ങളെ സഹജീവികൾക്ക് പകർന്നു കൊടുക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി അവരുടെ അരുമ ശിഷ്യൻ ഷെയ്ഖുന അബ്ദുറഹ്മാൻ ഫൈലി മാരായമംഗലം ഈ ദൗത്യത്തിന്റെ പിന്തുടർച്ചക്കാരനായി മാറി. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ദിശാബോധം നൽകിയ ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നായകത്വവും കർമ്മശാസ്ത്ര രംഗത്തെ കുലപതിയായ കൻസുൽ ഫുഖഹാ കൊമ്പം കെ.പി. മുഹമ്മദ് മുസ്ലിയാരുടെ ദൈക്ഷണിക നേതൃത്വവും പ്രാസ്ഥാനിക പിന്തുണയും കൂടിയായപ്പോൾ മതബൗദ്ധിക സാങ്കേതിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ അതിവേഗം മുന്നേറാൻ ജാമിയ ഹസനിയക്ക് കഴിഞ്ഞു. കല്ലേക്കാടുള്ള പ്രധാന ക്യാമ്പസിലും പെരുങ്ങോട്ടുകുറിശി, ദാറുൽ അൻവാർ, കൊല്ലങ്കോട്, ഖാദിരിയ, തമിഴ്നാട്ടിലെ ഊട്ടി മർക്കസ് എന്നീ ഓഫ് ക്യാമ്പസുകളിലുമായി വ്യത്യസ്ത സ്ഥാപനങ്ങളിലൂടെ 2000-ഓളം വിദ്യാർത്ഥികളെ അറിവിന്റെ വിഹായുസിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയാണ് ജാമിയ ഹസനിയ ഇസ്ലാമിയ. പ്രഗത്ഭ പണ്ഡിതരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് ഇസ്ലാമിക് ഷരീഅയിൽ നിന്ന് ഇതിനകം 1000-ഓളം പണ്ഡിതന്മാർ മതരംഗത്തെ ഉന്നത ബിരുദമായ മുത്തവ്വൽ പഠനം പൂർത്തീകരിച്ച് അൽ ഹസനി ബിരുദം നേടിക്കഴിഞ്ഞു. ഇന്നവർ അധ്യാപനം, മഹല്ല് നേതൃത്വം, പ്രബോധനം, പ്രഭാഷണം, സംഘാടനം, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ സജീവമായി കർമ്മനിരതരാണ്. പൗരാണിക ദർസ് രീതിയിലെ മുഖ്തസർ പഠനവും അംഗീകൃത യൂണിവേഴ്സിറ്റികളുടെ ബിരുദാനന്തര ബിരുദവും നൽകുന്ന അക്കാദമി ഫോർ ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് 7 വർഷത്തെ പഠനശേഷം ഇസ്ലാമിക ശരീഅയിലും തുടർന്ന് വിവിധ കേന്ദ്ര അന്താരാഷ്ട്ര സർവകലാശാലകളിലും ഉപരിപഠനത്തിന് അവസരമൊരുക്കുന്നു. വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നതിനോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസവും നൽകുന്ന തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഇതിനകം 100-ലേറെ ഹാഫിലുകൾ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 ക്യാമ്പസുകളിലും ഹിഫ്ള് കോളേജ് നൂതന സംവിധാനങ്ങളോടെ പ്രവർത്തിച്ചു വരുന്നു. 3 ക്യാമ്പസുകളിലും സംവിധാനിച്ച ജൂനിയർ ദഅവ കോളേജിൽ പാരമ്പര്യ ദർസ് പഠനത്തോടൊപ്പം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും നൽകി വരുന്നു. ഈ ക്യാമ്പസുകളിലെല്ലാം ഭാഷാ പഠനത്തിനും സാഹിത്യ കലാരംഗങ്ങളിലും പ്രത്യേക പരിശീലനം നൽകി വരുന്നു. അനാഥത്വത്തിന്റെ വേദന പേറുന്ന കുരുന്നു മക്കളെ മലയാളം, തമിഴ് മീഡിയങ്ങളിലായി ഉന്നത നിലവാരത്തിൽ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം നൽകി അവരെ സമൂഹത്തിലെ മാതൃകാ പൗരന്മാരായി വാർത്തെടുക്കുന്നതിനു വേണ്ടി തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കൊല്ലങ്കോട് ചുള്ളിയാർമേടിൽ സംവിധാനിച്ച വിശാലമായ ക്യാമ്പസാണ് ഖാദിരിയ. UK-യിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ എഡെക്സലിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി IGCSE സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്കൂളാണ് കൊർദോവ ഇന്റർനാഷണൽ സ്കൂൾ. പെൺകുട്ടികൾക്ക് മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം നൽകി അവരെ സമൂഹത്തിലെ മാതൃകാ വനിതകളായി മാറ്റിയെടുക്കുന്ന ഹസനിയ വ്യൂമൻസ് കോളേജും കല്ലേക്കാട് പ്രവർത്തിച്ചു വരുന്നു. അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിനും ഉന്നത പഠനങ്ങൾക്കുമായി അവസരമൊരുക്കുന്ന മർഹൂം ബാപ്പു മുസ്ലിയാർ മെമ്മോറിയൽ ഖുർആൻ റിസർച്ച് സെന്ററിന്റെയും
ഡിജിറ്റൽ ലൈബ്രറിയുടെയും നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ പിന്നോക്ക മേഖലകളിൽ പണിതുയർത്തിയ 100-ലധികം മസ്ജിദുകൾ, 25-ലധികം മദ്രസകൾ, റമളാൻ 25-ാം രാവിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം, സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമുകൾ, നിർധന കുടുംബങ്ങൾക്കുള്ള ധനസഹായം, ഭക്ഷണ വിതരണം, വസ്ത്രവിതരണം, ഇഫ്താർ മീറ്റുകൾ, ബലിമൃഗ വിതരണം, ശുദ്ധജല പദ്ധതികൾ, റിലീഫ് പ്രവർത്തനങ്ങൾ തുടങ്ങി ജീവകാരുണ്യ രംഗത്തും ഹസനയ്യ നിസ്വാർത്ഥമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സഞ്ചരിക്കാനുള്ള ദൂരം ഇനിയും ഏറെയാണ്. നേടിയ നേട്ടങ്ങളിൽ മതിമറന്ന് നിഷ്ക്രിയരാവേണ്ടവരല്ലല്ലോ നാം. അനന്തമായ സ്വപ്നങ്ങൾ കണ്ട് ആകാശങ്ങളിലേക്ക് പറന്നുയരാനുള്ള ഊർജം സംഭരിക്കാനുള്ള ഇടങ്ങൾ മാത്രമാവണം നമ്മുടെ നേട്ടങ്ങൾ. ഹസനിയയെ മുന്നോട്ട് നയിക്കുന്നത് ഈ നേട്ടങ്ങളും വിശാലമായ സ്വപ്നങ്ങളുമാണ്.